നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാട് അമലുകൾ നമ്മൾ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതുപോലെ നമ്മുടെ ഏത് ഹലാലായ ഉദ്ദേശങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന അത്ഭുതകരമാകുന്ന ഒരു അമലിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടാൻ ഈ അമലൊരു കാരണമാകുന്നതാണ്. അനുഭവങ്ങളേറെയുണ്ട്. നമ്മൾ പല ആളുകൾക്കും പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമൽ കൂടെയാണ്. അള്ളാഹു നമുക്കത് നൽകാൻ തീരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമല് കാരണമായിട്ട് ഇതൊരു സബബായി മാറും. അത് നമുക്ക് വളരെ പെട്ടെന്ന് നൽകാൻ എന്നുള്ളതാണ്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു തരാൻ കാരണമാകുന്ന ആ അമലിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ 12,000 ബിസ്മിയുടെ അമല്, സൂറത്തുൽ ഫത്തഹിൻ്റെ അമല്, യാ ഫത്താഹു എന്ന് പറയുന്ന ഇസ്മ ചൊല്ലിയിട്ടുള്ളത്, ഇങ്ങനെ തുടങ്ങി യാസീൻ 25 തവണ ഓതുന്നതും, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ നിരവധി അമലുകൾ നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ആളുകളും അതൊക്കെ ചെയ്തിട്ടുണ്ട്. 12,000 ബിസ്മിയുടെ അമലൊക്കെ ചെയ്ത എത്രയോ ആളുകൾക്ക് അനുഭവം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. നിഷാദ് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ 12,000 ബിസ്മിയുടെ അമല് ഒറ്റത്തവണയെങ്കിലും ചെയ്തവരായിരിക്കും. അള്ളാഹു എല്ലാവർക്കും അവരവരുടെ പല നിയ്യത്തുകളും മനസ്സിലുണ്ട്. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നമുക്കൊക്കെ സന്തോഷദായകമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ തരുണത്തിൽ ദുആ ചെയ്യുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിതിന് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളതൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ദർസിലേക്ക് നിങ്ങളൊക്കെ പലരും സഹായിക്കുന്നവരാണ്. അതിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മക്കളെയൊക്കെ ദീനീ ചിട്ടയിൽ വളർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മതബൗദ്ധിക വിദ്യാഭ്യാസം നൽകി നല്ല ചിട്ടയിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു നൽകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ പറയുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ദർസിൽ ചേർക്കുക. മലപ്പുറം ജില്ലയിലാണ് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിനോടകം തന്നെ നമ്മൾ കുറച്ച് ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെയൊക്കെ നല്ല രൂപത്തിൽ വളർത്താനും അവരെ നാടിനും ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല മക്കളാക്കിയിട്ട് അള്ളാഹു അവരേക്ക് ആക്കിത്തരട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മൾ എപ്പോഴും ഈ അഡ്മിഷൻ്റെയും ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പലരും നമ്മുടെ ദർസിലേക്കൊക്കെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഈ ദർസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് അത്തരം ആളുകൾ സഹായിക്കുന്നത് കാരണമായിട്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് തരട്ടെ. നമ്മൾ അമലിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ കൊണ്ടുള്ള അമലാണ്. നല്ല ഫലമുള്ളതാണ്, മുജറബാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 40 സൂറത്തുൽ ഫാത്തിഹ അത് ആത്മാർത്ഥമായിട്ട് ഓതുക. 17 തവണ ആയത്തുൽ കുർസിയും പാരായണം ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ഇതാണ് നമ്മുടെ അമൽ എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു തീർത്തല്ലോ. ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചെയ്യേണ്ട അമൽ ഇതാണ്: 40 സൂറത്തുൽ ഫാത്തിഹയും 17 ആയത്തുൽ കുർസിയും. എപ്പോഴാണ് ചെയ്യേണ്ടത്? പൂർണ്ണമായ വുളൂ എടുക്കുക. ഖളാഉൽ ഹാജത്തിൻ്റെ നിസ്കാരം നിർവഹിക്കുക. ആ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് 40 സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. 40 സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത ഉടനെ ആയത്തുൽ കുർസി 17 തവണയും ഓതുക. പറ്റുമെങ്കിൽ ഞാൻ ഈ പറയുന്ന ദുആ ചെയ്യുക. അത് ദുആ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പറ്റുന്നത് പോലെ പച്ച മലയാളത്തിൽ ദുആ ചെയ്യുക. ആ ദുആ ഇങ്ങനെയാണ്: ഇലാഹി ഇൽമുക കാഫിൻ അനി സുആൽ ഇക്ഫിനി ബിഹഖിൽ ഫാത്തിഹത്തി സുആല വകറമുക കാഫിൻ അനിൽ മഖാൽ അക്രിംനി ബിഹഖിൽ ഫാത്തിഹത്തി മഖാല വഹസ്സിൽ മാ ഫി ളമീരി. അവിടെ ചില റിപ്പോർട്ടുകളിലൊക്കെ വേറെ രൂപത്തിലും കാണുന്നുണ്ട്.
ഇലാഹി ഇൽമുക കാഫിൻ അനി സുആൽ ഇക്ഫിനി ബിഹഖിൽ ഫാത്തിഹത്തി സുആല വകറമുക കാഫിൻ അനിൽ മഖാൽ അക്രിംനി ബിഹഖിൽ ഫാത്തിഹത്തി മഖാല വഹസ്സിൽ മാ ഫി ളമീരി എന്നുള്ളതാണ് ചൊല്ലേണ്ടത്. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് അതിൽ നിന്നൊരു റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപാട് ആളുകൾ ചെയ്ത് അവർക്കൊക്കെ റിസൾട്ട് ലഭിച്ച ഒരു അമൽ കൂടെയാണിത്. നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാൻ ദുആ ചെയ്തിട്ട് എന്താ എനിക്ക് ഉത്തരം ലഭിക്കാത്തത്, ഞാൻ അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആവലാതി നമുക്കുണ്ടാകരുത്. നമുക്കൊരു ഖളാ ഉണ്ട്, ആ ഖളായിലേക്ക് നമ്മൾ അടുക്കണം. റബ്ബ് നമ്മെ അതിലേക്ക് അടുപ്പിക്കണം. വളരെ പെട്ടെന്ന് അതെല്ലാം നമുക്ക് പൂർത്തീകരിച്ച് കിട്ടണം. അത് അള്ളാഹുവിൻ്റെ ഖളാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മഹാനരായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വലിയ രോഗങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ രോഗികളായ ആളുകൾ, എത്രയോ ആളുകളുണ്ട്. ആ രോഗികളൊക്കെ ഇങ്ങനെ വിചാരിക്കും, ഞാൻ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ടല്ലോ, അള്ളാഹ് എന്താ എൻ്റെ രോഗം മാറ്റി തരാത്ത, ഇന്നെന്തിനാ അള്ളാഹ് അങ്ങനെ പരീക്ഷിച്ചത് എന്നൊക്കെ മനസ്സിൽ കരുതി നടക്കുന്ന കുറേ ആളുകളുണ്ട്. നമ്മളങ്ങനെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് ദുനിയാവാണ്, ദുനിയാവിൽ അങ്ങനെയൊക്കെ തന്നെ, സ്വർഗ്ഗമല്ലല്ലോ, നല്ല പരീക്ഷണങ്ങളുണ്ടാവും. അള്ളാഹു പരീക്ഷിക്കുന്നത് എന്തിനാ? നമ്മളെല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നല്ലേ. സൂറത്തുൽ മുൽക്കിലെ ആയത്തിൽ കാണാം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ദുനിയാവിലേക്കുള്ള ജീവിതവും അതിനുശേഷമുള്ള മരണവും ഒക്കെ അള്ളാഹു നമുക്ക് സൃഷ്ടിച്ചു നൽകിയത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ലിയബ്ലുവക്കും, നിങ്ങളെ റബ്ബിന് പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അയ്യുക്കും അഹ്സനു അമല, ഹു ഈസ് ദ ബെസ്റ്റ് പെർഫോമർ, ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത്, ഇബാദത്ത് ചെയ്യുന്നത് എന്ന് റബ്ബിനെ പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്കൊരുപാട് രോഗങ്ങളുണ്ടാവും. ഈ രോഗത്തിൻ്റെ ക്ഷീണത്തിലും ഈ രോഗത്തിൻ്റെ വിഷമത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും മോന് നിസ്കരിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത് ഒരു ഉസ്താദിനെ കുറിച്ച് കേൾക്കാനിടയായി. വലിയ പണ്ഡിതനാണ്, ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. അവരെക്കുറിച്ച് അവരുടെ ഒരു ശിഷ്യൻ എന്നോട് പറഞ്ഞത്, അവർക്ക് നിസ്കരിക്കാൻ വലിയ പ്രയാസമാണ് പോലും. വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്ത് പ്രയാസം. അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി അവർ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ട്, ആ മഹാന് ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പിടിച്ചു നിൽക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ആ ആളെ സഹായം കൊണ്ട് പിടിച്ച് നിന്ന് നിസ്കരിക്കുന്നു. നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ രോഗങ്ങൾ വരുമ്പോഴേക്കും ഇരുന്ന് നിസ്കരിക്കും അല്ലേ. ഇത് അത്യാവശ്യം പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ്, എഴുന്നേൽക്കാൻ കഴിയില്ല, നടക്കാൻ പ്രയാസമുണ്ട്, എന്നിട്ടും അവർ നിസ്കരിക്കുമ്പോൾ അങ്ങനെ നിസ്കരിക്കാറുള്ളത്. അള്ളാഹ്ക്ക് അതാണ് ആവശ്യം. അള്ളാഹു ഇവനിക്കിങ്ങനെ രോഗങ്ങളുണ്ടായിട്ട് ഇവൻ നിസ്കരിക്കുന്നുണ്ടോ, ഇവളിങ്ങനെ നിസ്കരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പരീക്ഷണത്തിലാണ് നമ്മളൊക്കെ പ്രിയമുള്ളവരെ വിജയിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാം ചെയ്യേണ്ടത്. ഈ ദുനിയാവിലുള്ള ജീവിതം കുറഞ്ഞ സമയമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ 60 വയസ്സുള്ള ആളുകളുണ്ട്, 50 വയസ്സുള്ള ആളുകളുണ്ട്, 40 വയസ്സുള്ള ആളുകളുണ്ട്. കുറച്ചല്ലേ കാലമുള്ളൂ. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ ബറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. നമ്മൾ ഉപയോഗപ്പെടുത്തുക. പരീക്ഷണങ്ങളുണ്ടെങ്കിൽ അതിൽ ക്ഷമിക്കുക. അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക. അങ്ങനെ അപ്പോൾ നമുക്ക് കുറേ പരീക്ഷണങ്ങളുണ്ടാകും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. നമ്മൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് ഒരുപാട് രോഗങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തു. അതൊക്കെ പെട്ടെന്ന് മാറ്റിക്കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയാത്തതുകൊണ്ടാണോ? അല്ല. അതിൽ അള്ളാഹു ഒരു രഹസ്യം, സിർറ് അതിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു കണക്കാക്കിയതിൽ അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ, നമുക്കൊന്നും അതിനെക്കുറിച്ച് അറിയൂല. അപ്പോൾ ആ സിർറിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിലൊരുപാട് ഖൈറാത്തുകൾ ഉണ്ടാകും. അങ്ങനെ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് നമ്മളതൊക്കെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. പല ആളുകളും പല വിഷമങ്ങളും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കും. നിങ്ങളതൊക്കെ കാണുമ്പോൾ അവരവരുടെ അഭാവത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആക്ക് ഇജാബത്തുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ദർസിലേക്ക് എല്ലാ മാസവും സദഖ നൽകുന്നവരുണ്ട്.
മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.